വരുന്നത് നമുക്ക് ജിന്നിനെ ആവാഹിക്കാനൊക്കെ കഴിയും. ആവാഹിക്കണ്ടെന്നാണ് എൻ്റെ നിലപാട്. ഇനി ആവാഹിച്ചു എന്ന് വെക്കുക, ആവാഹിച്ചാൽ ഈ പറഞ്ഞ ഈ കളവുകൾ അതേപോലെ ജിന്നിൻ്റെ ഈ പറ്റിക്കൽസുകളിൽ നമുക്ക് തിരിയൂല, നമ്മളെ പറ്റിക്കും, വഞ്ചിക്കും ജിന്ന്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളാരും ജിന്നി ചികിത്സ നടത്തേണ്ടതാണ് പൊതുവിൽ പറയാനുള്ളത്. അതേ സമയത്ത് അസ്മാവിൻ്റെ ചികിത്സക്ക് കുഴപ്പമില്ല. അസ്മാവിൻ്റെ ചികിത്സയായി നിങ്ങളെ സമീപിക്കുന്ന ആളുകളോട് എന്ത് ചെയ്യാൻ പാടില്ല? ഈ പറഞ്ഞ സിഹിറാണെന്ന് പറയാൻ പാടില്ല, ഇന്നയാളാണ് ചെയ്തതെന്ന് പറയാൻ പാടില്ല. വരുന്ന രോഗികളെ ആരെയും അലോപ്പതി ചികിത്സയിൽ നിന്ന് വിലക്കാൻ പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചികിത്സ നമുക്ക് ബോധ്യമുള്ളതായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കണം, പഠിച്ചിട്ട് ചെയ്യാൻ. എന്തെങ്കിലും ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഞാനൊരിക്കലും ഒരു ഉസ്താദിനെ പരിചയപ്പെട്ടു. ഇങ്ങനെ നടന്നു പോകുമ്പോൾ പരിചയപ്പെട്ടാൽ കുറ്റിയാട് സിറാജുലുന്ന് ആവോലത്ത് ഇറങ്ങി എൻ്റെ വീട്ടിലേക്ക് ഞാൻ നടന്നു പോവാൻ. അയാളെ പരിചയപ്പെട്ട്, ഞാൻ ചെറിയ കുട്ടിയോ അയാൾ വലിയ ആളുമാണ്, മുമ്പാണ്, വളരെ 10-30 വർഷം മുമ്പാണ്. അപ്പോൾ അയാളെ പരിചയപ്പെട്ടു. അയാളെ പേര് ചോദിച്ചു, നാട് ചോദിച്ചു, വയനാട്ടുകാരനാണ്, എന്താണ് നിങ്ങളെ ജോലിയെന്ന് ചോദിച്ചു. അപ്പോൾ ചികിത്സയാണെന്ന് പറഞ്ഞു. ഇപ്പം ഞാൻ അയാളോട് ഒരു ധൈര്യമൊക്കെ സംഭരിച്ച്, വലിയ ആളോടല്ലേ ഒരു ധൈര്യമെല്ലാം സംഭരിച്ച് ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് ചികിത്സയാണ് നിങ്ങൾ ഉസ്താദ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അലോപ്പതിയാണോ അല്ലെങ്കിൽ ആയുർവേദിക്കാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ജിന്നോ മറ്റോ ആണോ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എൻ്റെ വാപ്പ വലിയ ചികിത്സകനായിരുന്നു, വാപ്പാൻ്റെ അടുത്ത് കുറേ കിതാബുകളൊക്കെ ഉണ്ട് ചികിത്സേൻ്റെ, അതൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിലാണുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ ഏത് കിതാബാണ് ഉള്ളതെന്ന് ചോദിച്ചു. അയാൾക്ക് എന്നെ കണ്ടാൽ അങ്ങനെ ഞാൻ അങ്ങനെ ചോദിക്കുന്നുള്ളൊരു ഭാവമൊന്നും അയാൾക്ക് ഉണ്ടാവില്ല, ഞാൻ ചെറിയ കുട്ടിയാണ്. അപ്പോൾ ഏത് കിതാബാണ് ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ വെറുതെ അന്നെന്ത് ചെയ്തു വെച്ചാൽ മുജറബാത്തു ദൈറബീങ്ങളിൽ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചു. എനിക്കത് എൻ്റെ കയ്യിലുണ്ട്. അതേപോലെ കിതാബ് റഹ്മത്തി ഫി തിബ്ബി വൽ ഹിക്മ എൻ്റെ കയ്യിലുള്ള കിതാബാണെന്ന്. ഷംസുൽ മാരിഫ് ബൂനി ഇമാമിൻ്റെ നമുക്ക് വിപണി കിട്ടുന്ന കിതാബാണ്. ഞാൻ അങ്ങനെ 2-3 കിതാബിൻ്റെ പേര് പറഞ്ഞിട്ട് ശരിക്കും ഞാൻ എൻ്റെ ഉദ്ദേശം ഇയാളാണെന്ന് മനസ്സിലാക്കലാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്തരം ഏതെങ്കിലും ഇല്ല. അപ്പോൾ അയാൾ കുറച്ചും കൂടി മൗനം ദീക്ഷിച്ച് കുറച്ച് അകലെ നടന്നപ്പോൾ എന്നോട് പറഞ്ഞു, അയാൾ ഉസ്താദ് എൻ്റെ കയ്യിൽ കിതാബ് ഉണ്ട് എന്നല്ലാതെ എനിക്ക് കിതാബൊന്നും അറിയില്ല. പക്ഷേ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ മന്ത്രവും ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. അന്നേരത്തെ ആളുകൾക്ക് ചിലപ്പോൾ ഒരു ശിഫയെല്ലാം കിട്ടും, എനിക്ക് ആളുകൾ എന്തെങ്കിലും തരും, അപ്പോൾ ഞാൻ വാങ്ങും. അങ്ങനെ ഒരു പരിപാടിയാണ് എൻ്റെത് എന്ന് പറഞ്ഞു. ഒരു നിലക്ക് നമുക്കങ്ങനെ കുഴപ്പമില്ല, ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. അപ്പം മൂപ്പര് പിന്നീട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പം മൂപ്പർക്ക് എൻ്റെ വാപ്പാനൊക്കെ അറിയാം, പരിചയപ്പെട്ട് അൽഹംദുലില്ലാ അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ ആകുന്നതിന് പകരം അങ്ങനെ കുറേ ആളുകളുണ്ട്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക, എന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം. ഇപ്പം ഫാത്തിഹ സൂറത്ത് എന്തിനും പറ്റും. ഫാത്തിഹത്തുൽ കിതാബി ശിഫാഉം മിൻ കുല്ലി ദാ എന്ന് നമ്മൾ ഹദീസ് തന്നെ പഠിച്ചതല്ലേ. എല്ലാ അസുഖത്തിൻ്റെയും ശമനമാണ് ഫാത്തിഹ സൂറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചല്ലോ. അത് ആദ്യം മന്ത്രാണെന്ന് തിരിഞ്ഞിട്ട് ആയിക്കൊള്ളണമെന്നില്ല. നബി സല്ലല്ലാഹു തങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നീട്, ഒമാ അദ്റാക അന്നഹാ റുഖിയത്തുൻ, നിങ്ങൾക്ക് എങ്ങനെ? അപ്പോൾ അതിൻ്റെ ശറഹിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഏതൊരാൾക്കും എന്തെങ്കിലും അസുഖം സംഭവിച്ചാൽ ഫാത്തിഹ സൂറത്ത് ഓതി മന്ത്രിച്ചു കൊടുക്കൽ ഇസ്തിഹ്ബാബാണ് അതിലുള്ളത്, ആ ഷറഹിൽ നവവി ഇമാമിൻ്റെ ഷറഹിലുള്ളത്. അപ്പോൾ ആർക്കും നമുക്ക് ഫാത്തിഹ ഓതി മന്ത്രിച്ചു കൊടുക്കാം. ചിലപ്പോൾ അതുകൊണ്ട് ശമനം ഉണ്ടാവുകയും ചെയ്യും. ആ സമയത്ത് ചിലപ്പോൾ എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഹദിയ നമുക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ഇനി പറയാനുള്ള അതാണ്, ഈ ഹദിയ അത് നമുക്ക് വാങ്ങാം, ഏത് കിമ്പളവും നമുക്ക് വാങ്ങാം. നേരത്തെ വേറൊരു ശൈലി പറയാനുണ്ട്. ഇപ്പോൾ ശൈലി നേരത്തെ ആശയം തന്നെയാണ്, പക്ഷേ ഇപ്പം നമ്മളൊക്കെ കിമ്പളങ്ങൾ ധാരാളം കിട്ടുന്നവരാണ്. കിമ്പളം വാങ്ങാം, കിമ്പളം വാങ്ങുന്നതിനില്ല, നമ്മൾ ഉസ്താദന്മാരൊക്കെ കിമ്പളം വാങ്ങിയവരാണ്. പക്ഷേ അതെന്ത് ചെയ്യാൻ പാടില്ല, തഅറുദ് തശറുഫോടുകൂടെ നമ്മൾ കിട്ടണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മാനസികമായി പോലും ഒരു പരാതി ഉണ്ടാകരുത്. നമ്മൾ ഈ പറഞ്ഞു കൊടുക്കുന്നത് ഒരു മൂമിന് ഉപകാരം ചെയ്യുക എന്ന അത് അജണ്ടയാക്കി പറഞ്ഞു കൊടുക്കണം. ആ സമയത്ത് ഹദിയ കിട്ടും. പിന്നെ ബഷീർ ഉസ്താദിനൊക്കെ എത്രയോ ഹദിയ കിട്ടിയ ആളാണ്. കിട്ടിക്കോട്ടെ, ഇനിയും അള്ളാഹു തആല കസ്സറ അല്ലാഹു ഹദായാക്കും, പിന്നെ ഹദിയ നല്ലോണം കിട്ടട്ടെ, എന്നൊന്നും കുഴപ്പമില്ല.
പക്ഷേ ആ ഹദിയ ഒരാൾ തന്നില്ല നിൽക്കുക, അയാളോട് മാനസികമായി അത് അള്ളാഹുവിൻ്റെ ഖളാ ഖദറുകൊണ്ട് അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കുക എന്നല്ലാതെ അതിലെന്ത് ചെയ്യാൻ പാടില്ല, അല്പം പോലും മനോവിഷമം ഉണ്ടാകാൻ പാടില്ല. നമ്മൾ സമ്പാദിക്കണം, അതിൻ്റെ അർത്ഥം സമ്പാദിക്കരുതെന്നല്ല, പൈസ നമുക്ക് വേണം. പൈസ വേണമെന്ന് പറഞ്ഞാൽ പൈസ അള്ളാഹുവിലേക്ക് അടുക്കാൻ പൈസയൊന്നും വേണ്ടിയില്ല, ആണോ? പൈസ കൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കുക സദക്കാ ചെയ്താൽ. പൈസ ഉണ്ടാകാന്നുള്ളതല്ല അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാനദണ്ഡമൊന്നും, അല്ലേ? നമ്മളെക്കാൾ ഫുഖറാ എത്രയോ നമ്മളെക്കാൾ അള്ളാഹുവിനോട് അടുത്ത ആളുകളുണ്ട്. നമ്മളെക്കാൾ സാമ്പത്തിക ശേഷിയുള്ള ആളുകളും അള്ളാഹുവിനോട് നമ്മളെക്കാൾ അടുത്തവരുണ്ടാവും. അപ്പൊ പൈസയല്ല, പണമല്ല അള്ളാഹുവായുള്ള ഖുർബിന്റെ മാനദണ്ഡം. നമുക്ക് സമ്പാദിക്കാം, എത്രയും സമ്പാദിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുകയാണ്, അലി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വന്നു. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഒന്ന് എത്തി നോക്കി. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന വലിയ സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നു. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? എല്ലാ സമ്പത്തും ഇസ്ലാമിന് വേണ്ടി ത്യജിച്ച ആളാണ് മുസ്അബ് ഇബ്നു ഉമൈർ. അങ്ങനെ ഒരു ചെറിയ ഒരു പുതപ്പ് മാത്രമേ മഹാനവറുകളുടെ ശരീരത്തിലുള്ളൂ. അപ്പോൾ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാ അലൈഹി ഇല്ലാ ബുർദത്തുൻ ലഹു മർഖൂഅത്തുൻ ബിഫർമിൻ, ഒരു കഷ്ണം വെക്കപ്പെട്ട ഒരു പുതപ്പ്. അത് കണ്ടപ്പം ഫലമ്മാ റആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബകാ ലില്ലദീ കാന ഫീഹി മിനൻ നിഅമ വല്ലദീ ഹുവ ഫീഹി അൽയൗം. ഇന്നത്തെ അവസ്ഥയും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മുമ്പുണ്ടായിരുന്ന അവസ്ഥയും തുലനം ചെയ്തിട്ട് ചെറിയ ഒരു കരച്ചൽ, ഒരു സങ്കടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവപ്പെട്ടു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ കേട്ടോ. കൈഫ ബിക്കും ഇദാ ഗദാ അഹദുക്കും ഫീ ഹുല്ലത്തിൻ വറാഹ ഫീ ഹുല്ലത്തിൻ വവുളിയത് ബൈന യദൈഹി സഹ്ഫത്തുൻ വറുഫിയത് ഉഖ്റാ വസതർതും ബുയൂതകും കമാ തുസ്തറുൽ കഅബ. എന്താ ചോദ്യം? നിങ്ങൾ എങ്ങനെയായിരിക്കും ഇദാ ഗദാ അഹദുക്കും ഫീ ഹുല്ല, രാവിലെ പോകുമ്പോൾ ഒരു ജോഡി ഡ്രസ്സ്, വറാഹ ഫീ ഹുല്ല, വൈകുന്നേരം വേറൊരു ജോഡി ഡ്രസ്സ്. സലാഹുദ്ദീൻ സഖാഫി പലപ്പോഴും രാവിലെ ഒരു ജോഡി, ഉച്ചയ്ക്ക് ശേഷം വേറൊരു ജോഡി, അങ്ങനെയൊക്കെ ധരിക്കുന്ന ഇവിടുത്തെ പല ഉസ്താദുമാരും അങ്ങനെയാണ്. നമ്മളൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അതിന് മാത്രം അല്ലാഹു തആല നമുക്ക് നിയമത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ വഉളിയത് ബൈന യദൈഹി സഹ്ഫത്തുൻ വറുഫിയതു ഉഖ്റാ, ഒരു തളികയിലെ ഭക്ഷണം കഴിഞ്ഞ് അത് കയ്യെ നോക്കി കാത്തു നിൽക്കുകയാണ് സപ്ലയർമാർ. എൻ്റെ അതങ്ങ് എടുത്തിട്ട് വേറൊരു ആ തളിക കൊണ്ടാക്കുകയാണ്. വസതർതും ബുയൂതകും കമാ തുസ്തറുൽ കഅബ, കഅബക്ക് വിരിയിടുന്നത് പോലെ നിങ്ങളെ വീടുകൾക്കൊക്കെ കർട്ടൻ അങ്ങനെയൊക്കെ ഇടുന്ന ഒരു കാലം വന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. ചിലർക്കൊക്കെ ഉറക്കു തൂക്കുന്നുണ്ടല്ലോ, ഈ സ്ക്രീനിൽ കാണുന്നുണ്ട്, ഇതിൽ നോക്കിയാൽ കാണും. നിന്നാ മതിയോ? നിൽക്കൊന്നും വേണ്ട, ഹിമ്മത്ത്, നല്ല ഹിമ്മത്ത് ഉണ്ടായാൽ മതി. ഹിമ്മത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഉറക്കം വരുന്നത്. ഇൻഷാ അല്ലാഹ് പറയാം എന്തുകൊണ്ടാണ് ഉറക്കം വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ കഅബക്ക് വിരിയിടുന്നത് പോലെ, കർട്ടൻ അണിയിക്കുന്നത് പോലെ വീടുകൾക്ക് കർട്ടൻ അണിയിക്കുന്നത് ഈ നമ്മുടെ ഈ കാലം അതാണ്. നമ്മളെ വീടിനൊക്കെ കർട്ടൻ ഉണ്ട്. നമുക്കൊക്കെ ഒരു പ്ലേറ്റ് തീർന്നാൽ വേറൊരു പ്ലേറ്റ് കൊണ്ടാക്കും. രാവിലെ ഒരു ജോഡി ഡ്രസ്സ്, പിന്നെ വൈകുന്നേരം വേറൊരു ജോഡി ഡ്രസ്സ്. ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അപ്പം ഫഖാലു, സഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ് നഹനു യൗമൈദിൻ ഖൈറും മിന്നൽ യൗം നതഫറഗു ലിൽ ഇബാദ വനുക്ഫൽ മുഊന. നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, അന്ന് നമ്മൾ ഫുള്ളായിട്ട് ഇബാദത്ത് തന്നെയായിരിക്കും. കാരണം നല്ല ഭൗതിക സാഹചര്യങ്ങളാണല്ലോ. ആ സാഹചര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി നമ്മൾ ഇബാദത്തിൽ മുഴുകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് പറഞ്ഞു. അപ്പോൾ റസൂൽ എന്ത് പറഞ്ഞു? ഖാലല്ല, അങ്ങനെ സംഭവിക്കൂല എന്ന് പറഞ്ഞു. അന്തുമുൽ യൗമ ഖൈറും മിൻകും യൗമൈദിൻ, ആ കാലഘട്ടത്തെക്കാൾ നിങ്ങൾക്ക് ഈ കാലഘട്ടം, ഈ ദാരിദ്ര്യമുള്ള അല്ലെങ്കിൽ ഈ കൂടുതൽ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഈ അവസ്ഥയാണ് നിങ്ങൾക്ക് ഖൈർ. ഇന്നാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അന്ന് ഇബാദത്തൊക്കെ കുറവായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം സമ്പത്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഒരു ഘടകമല്ല, ഒരു നിർബന്ധമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
എന്നാൽ അതുകൊണ്ട് നമുക്ക് സമ്പത്തില്ലാതെ അധ്വാനിക്കാതെ അങ്ങനെ വേണ്ടയില്ല, നമുക്ക് അധ്വാനിക്കാം. അതുകൊണ്ട് അതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തിനു വേണ്ടി സമ്പത്ത് എന്നതിനെക്കുറിച്ച് നല്ലൊരു ലക്ഷ്യബോധം നമുക്കുണ്ടാകണം. സമ്പത്ത് എത്ര ഉണ്ടാകുന്നതിനും കുഴപ്പമില്ല, നമുക്ക് ദുനിയാവുമായിട്ട് ബന്ധമില്ലാണ്ടിരിക്കാം. സമ്പത്ത് ഉണ്ടാകട്ടെ, എന്നാലും ദുനിയാവുമായിട്ട് നമുക്ക് ബന്ധമില്ലാതിരിക്കാം. ഒരു സംഭവം പറയുന്നുണ്ട്, മഹാനായ ഇബ്നു അജീബ് റളിയല്ലാഹു അൻഹു ഈഖാദുൽ ഹിമമില്, ഹികമിന്റെ ശറഹില് ഒരു സാഹിദ്, ആ സാഹിദ് മീൻ പിടിച്ച് ജീവിക്കുന്ന ആളാണ്, മത്സ്യം പിടിച്ചിട്ട് ജീവിക്കുന്ന ഒരു സാഹിദ്. എന്താണ് അയാൾ ചെയ്യുക? അയാൾ കുറച്ച് മത്സ്യം അയാളുടെ ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കും, ബാക്കി സദഖ ചെയ്യും. അങ്ങനെ ജീവിക്കുന്ന ഒരു സാഹിദ്. ആ സാഹിദിന്റെ ഒരു സുഹൃത്ത് ഈ സാഹിദിന്റെ ഒരു ജ്യേഷ്ഠനുള്ള നാട്ടിലേക്ക് പോവാൻ, എനിക്ക് തോന്നുന്നു ഷാമിലേക്ക് പോവാണ്, മഗ്രിബിൽ നിന്ന്, മൊറോക്കോയിൽ നിന്ന്. അപ്പോൾ ആ നാട്ടില് ജ്യേഷ്ഠനുണ്ട്. ആ ജ്യേഷ്ഠനുള്ള നാട്ടിലേക്ക് സുഹൃത്ത് പോകുമ്പോൾ ഈ സാഹിദ് സുഹൃത്തിനോട് ഏൽപ്പിച്ചു, എൻ്റെ ജ്യേഷ്ഠനുണ്ട് ആ നാട്ടിൽ, നിങ്ങളൊന്ന് ജ്യേഷ്ഠനെ പോയി കാണണം, ജ്യേഷ്ഠനോട് എൻ്റെ അവസ്ഥകളൊക്കെ ഒന്ന് പറയണം, സലാം പറയണം എന്ന് പറഞ്ഞിട്ട് ഈ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് ഈ സാഹിദ് സുഹൃത്തിനെ പറഞ്ഞയച്ചു. അങ്ങനെ സുഹൃത്ത് പോയി, ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോയി. ജ്യേഷ്ഠൻ ഭയങ്കര വീട്, ജ്യേഷ്ഠൻ്റെ വീട് ഭയങ്കര ആഡംബര വീട്. അപ്പോൾ അയാളവിടെ ഇല്ല, ജ്യേഷ്ഠനവിടെ ഇല്ല. ജ്യേഷ്ഠൻ ഭരണാധികാരിയെ കാണാൻ പോയിരിക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് തോന്നി, എന്തിനാ ഇപ്പം ഇയാളിങ്ങനെ ഈ ആഡംബര വീട്ടിൽ താമസിക്കുന്ന ഇയാളെങ്ങനെ കാത്തു നിൽക്കുന്നത് എന്ന് തോന്നി ഈ സുഹൃത്തിന്. അപ്പം വീണ്ടും അയാളുടെ മനസ്സിൽ വന്നു, ഏതായിരുന്നാലും ഈ വലിയ മഹാൻ പറഞ്ഞയച്ചതാണല്ലോ, അപ്പോൾ ആ സ്ഥിതിക്ക് അയാളെ കണ്ടിട്ട് പോകാം എന്ന് തോന്നി അവിടെ തന്നെ കാത്തിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. അദ്ദേഹം വന്നത് ഭയങ്കര വരവായ ഒരു 1.5 വരവാണ്. വലിയ ഒരു കുതിരപ്പുറത്ത്, വലിയ വാഹനപ്പുറത്ത്, ആഡംബര വാഹനപ്പുറത്താണ് അയാൾ വന്നത്. അങ്ങനെ അയാളോട് പറഞ്ഞു, കണ്ടപ്പം നേരത്തെ ഇയാൾക്ക് തോന്നുന്നത് ഇയാൾ എന്ത് മനുഷ്യനാണ്, ആ മറ്റേ സാഹിദ്, ഇയാളെ അനുജൻ വലിയ സാഹിദായി അവിടെ ജീവിക്കുന്നു, ഇയാളിങ്ങനെ. അങ്ങനെ അയാളോട് വിവരങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ ഞാൻ ഇങ്ങനെ എന്നെ നിങ്ങളെ അനുജൻ പറഞ്ഞയച്ചതാണ്, നിങ്ങളോട് വിവരങ്ങളൊക്കെ പറയാൻ വേണ്ടി. അപ്പം ഈ ജ്യേഷ്ഠൻ പറഞ്ഞു, നിങ്ങൾ എൻ്റെ സലാം പറയണം അനുജനോട്, പക്ഷെ അനുജനോട് പറയണം അധികം ദുനിയാവുമായിട്ട് ഇങ്ങനെ കെട്ടുപിണിഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല, ജീവിക്കാൻ പാടില്ല എന്ന് പറയണമെന്ന് പറഞ്ഞാൽ ഈ ആഡംബര വീട്ടിൽ ജീവിക്കുന്ന ആ ജ്യേഷ്ഠൻ അനുജനോട് പറയാൻ വേണ്ടി പറഞ്ഞേക്കാണ്. ഏത് അനുജനോട്? ഈ സമുദ്രത്തിൽ നിന്ന് മീൻ പിടിച്ച് വിറ്റ് ആ പകുതി സദക്കാ ചെയ്ത് പകുതി ജീവിതത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആളോട് പറയാണ്, നിങ്ങളധികം വല്ലാതെ ദുനിയാവായിട്ട് കെട്ടുപിടിഞ്ഞ് ജീവിക്കരുതെന്ന് പറഞ്ഞേക്കുക. അപ്പോൾ അയാൾ തിരിച്ചു ചെന്നപ്പോൾ സലാം പറഞ്ഞു, ദുആ ചെയ്യാനൊക്കെ പറഞ്ഞു. പക്ഷേ ഈ വിവരം എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. പറഞ്ഞത് പറയാൻ പറ്റില്ല, അത്രയും ഇയാളെ. പക്ഷേ മൂപ്പരെന്ത് ചെയ്തു വെച്ചാൽ വേറെ എന്തോ പറഞ്ഞു, കുത്തി ചോദിച്ചു. മൂപ്പരെന്തോ പറഞ്ഞിട്ടുണ്ട്, എല്ലാം എന്നോട് പറയണം എന്ന് കുത്തി ചോദിക്കുകയാണ് ആര്? ഈ സാഹിദായ മനുഷ്യൻ. അപ്പോൾ അവസാനം പറഞ്ഞു, ഇങ്ങനെ നിങ്ങളോട് അങ്ങനെ ദുനിയാവുമായിട്ട് അധികം കെട്ടുപണയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാ, എൻ്റെ ജ്യേഷ്ഠൻ, ആ ജ്യേഷ്ഠനെ പൂർണ്ണമായി അല്ലാഹു തആല എന്ത് ചെയ്തിട്ടുണ്ട്, മനസ്സിൽ നിന്ന്, ഖൽബിൽ നിന്ന് ദുനിയാവിനോടുള്ള എല്ലാ ബന്ധവും അള്ളാഹു കഴുകിക്കളഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ജ്യേഷ്ഠനാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒരാൾക്ക് ദുനിയാവ് ഉണ്ടായി എന്നതുകൊണ്ട് ആ ദുനിയാവുമായി ഹൃദയത്തിന് ബന്ധമുണ്ടാകും എന്നതിനർത്ഥമില്ല. ദുനിയാവ് ഉണ്ടായാലും സാഹിദായി ഒരാൾക്ക് ജീവിക്കാൻ കഴിയും. നമ്മൾ അതൊരിക്കലും നമ്മൾ പഠിച്ചു അങ്ങനെ തന്നെയാണ്, ഇതിൻ്റെ നിർവചനം അങ്ങനെ തന്നെയാണ്. വസ്ഹദ് വദാ ഫഖദുൻ ഇലാഖത ഖൽബിക ബിൽ മാലി ലാ ഫഖദുൻ ലഹു. സമ്പത്തില്ലാതിരിക്കുക എന്നുള്ളതല്ല സുഹൃദ്. അതേസമയത്ത് സമ്പത്തുമായി മനസ്സിൻ്റെ കെട്ടുപിടക്കം അതില്ലാതിരിക്കുക എന്നുള്ളതാണ് സുഹൃദ്. അപ്പം ആകയാൽ നമ്മൾ സാമ്പത്തികമായി പുരോഗമിക്കണം,
സാമ്പത്തികമായി പുരോഗമിക്കാൻ അതിൻ്റേതായ മാർഗമുണ്ട്. ആ മാർഗമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. സാമ്പത്തികമായി പുരോഗമിക്കാൻ ബിസിനസ് പറ്റും. ചില കണ്ണൻ പ്രഭാഷകന്മാർക്കൊക്കെ ചിലപ്പം വിദേശത്തൊക്കെ ചില പാർട്ട്ണർഷിപ്പൊക്കെ ഉണ്ടാവും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ നല്ലതാണ്. പക്ഷെ അതും ഹലാലായ മാർഗത്തിലൂടെ ആകണം. പ്രത്യേകിച്ച് പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വളരെ ജാഗ്രത പാലിക്കണം. പൊതുമുതൽ നമ്മളെ സമ്പത്ത് ഒരിക്കലും നമ്മളെ സമ്പത്തിൽ പൊതുമുതൽ കലരാതിരിക്കാനുള്ള അതീവ ജാഗ്രത നമുക്ക് വേണം. എൻ്റെ നാട്ടിൽ ഒരു ഹാജി ഉണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. നല്ല മനുഷ്യനാണ്. അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നാടനാണ്. എൻ്റെ നാട്ടിൽ എൻ്റെ മഹലിലെ പള്ളിയുടെ വാടക സാധനങ്ങളുണ്ട്. ആ വാടക സാധനങ്ങൾ സൂക്ഷിക്കാതെ വീട്ടിലാണ്. ഈ ഹാജിയുടെ വീട്ടിലൊരു ഷെഡ് കെട്ടി അവിടെ സൂക്ഷിക്കാൻ. അയാളുടെ മകനുണ്ട്, റസാഖ് എന്ന പേര്. നമ്മുടെ നാട്ടിലുള്ള ലീഗിൻ്റെ നേതാവാണ് അയാൾ. ഈ റസാഖ് ഒരു ദിവസം റസാഖിൻ്റെ ഒരു ബൈക്ക് നല്ലോണം മഴ പെയ്തപ്പോൾ ആ ഒരു താർപ്പായ എടുത്തിട്ട്, വാടകേൻ്റെ താർപ്പായ എടുത്തിട്ട്, വീട്ടിൽ സൂക്ഷിക്കുന്ന താർപ്പായാണ്, വീട്ടിൽ സൂക്ഷിക്കുന്ന ബൈക്കാണ്, അതേ അവിടെ തന്നെയാണ് ബൈക്ക് വെക്കുക. പക്ഷേ ആ താർപ്പായ എടുത്തിട്ട് എന്ത് ചെയ്തു? ഈ ബൈക്ക് പൊത്തി, മഴ കൊള്ളാതിരിക്കുക. കുഞ്ഞാലി ഹാജി എന്നാണ് ഈ ഹാജിയുടെ പേര്. എൻ്റെ വാപ്പാൻ്റെ ഒക്കെ സുഹൃത്താണ്, എന്നെ അറിയാം, നമ്മളെയൊക്കെ സ്നേഹിച്ച ആളാണ്. ആ കുഞ്ഞാലി ഹാജി പറഞ്ഞു മകനോട്, ഇത് വെച്ചൊക്കെ ശരി, ആദ്യം ഇതിൻ്റെ വാടക എന്ത് ചെയ്യണം? പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് അയാൾ പറഞ്ഞു, ആദ്യം ഇതിൻ്റെ വാടക മദ്രസക്ക് കൊടുത്തിട്ട് ബാക്കി എല്ലാ പരിപാടിയും. അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമുണ്ട്. അതേ സമയത്ത് ഈ പൊതുമുതൽ ആഡംബരത്തിന് വേണ്ടി, അല്ലെങ്കിൽ അനാവശ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് തീരെ ചിന്തയില്ലാത്ത ബിസിനസ്സുകൾക്ക് വേണ്ടിയൊക്കെ ഉപയോഗിച്ചാൽ ശരിക്കും അള്ളാഹു പാഠം പഠിപ്പിക്കും. അങ്ങനെയുള്ള ഒരു 100 കണക്കിന് അനുഭവങ്ങൾ നമ്മുടെ ചുറ്റുഭാഗത്തും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ സിറാജുൽ ഹുദയുടെ പൈസ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിനു മുമ്പ്. പക്ഷെ എൻ്റെ വാപ്പാക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കൈകാര്യം ചെയ്യുന്നത്. പലപ്പോഴും എന്നോട് നിരന്തരം പറയും, ഇത് ശരിയില്ല, നീ ഇത് ഒഴിവാക്കണം. ഞാൻ എന്നാരും ഒഴിവാക്കിയൊന്നുമല്ല, ഞാൻ സ്വമേധയാ ഒഴിവായത്. ഷംസൂനൊക്കെ അറിയാം, എം.ആർ. ഷംസൂൻ അറിയാം. ഞാനൊരു ഉംറക്ക് പോകുമ്പോൾ കണക്കുകളൊക്കെ ശരിയാക്കിയിട്ട് എന്ത് ചെയ്തു? പേരോട് സ്റ്റാൻഡ് ചെയ്ത് കൊണ്ടുകൊടുത്തു. വളരെ തന്ത്രപൂർവ്വം ചെയ്തതാണ്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തില്ല, ഞാൻ തിരിച്ചു വന്നിട്ട് എന്നോട് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടും അങ്ങനെ അങ്ങനെ മുങ്ങിക്കളഞ്ഞ. ഇത് ഇപ്പോഴും എന്നെ ഒഴിവാക്കിയിട്ടില്ല, ഞാനൊട്ട് ഒഴിവായിട്ടുമില്ല. പക്ഷെ ഒഴിവായത് ഇങ്ങനെയാണ്, വളരെ തന്ത്രപൂർവ്വം ഒഴിവായെന്നാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് സ്വതന്ത്രമായി നമ്മളെ ഒന്നും കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ സിറാജുൽ ഹുദയുടെ ഒരു പൈസയും ഞാൻ കൈകാര്യം ചെയ്യുന്നില്ല. ഞാൻ ട്രഷററാണെന്ന് പറഞ്ഞാൽ സാങ്കേതികമാണ്, പിന്നെ അതിൻ്റെ ആവശ്യമില്ല എന്നല്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര മടിയാണ്. എൻ്റെ ഒരു നാട്ടിലൊരു പള്ളീൻ്റെ ശമ്പളം ഞാൻ മുഖേന കൊടുക്കുന്നുണ്ട്. അത് തന്നെ ഞാൻ കളക്ട് ചെയ്യുമ്പോൾ കൂടുതലാകാതിരിക്കാൻ, ശമ്പളത്തിൻ്റെ ആവശ്യത്തിനാകാതിരിക്കാൻ അതീവ ജാഗ്രത കാണിക്കും. പൊതു സാധനത്തിൻ്റെ കേസ് നമ്മൾ പിന്നെ ആരും കൈകാര്യം ചെയ്തായിരുന്നാൽ ബുദ്ധിമുട്ട്. കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണം എല്ലാവരും. നമ്മൾ എന്ത് ചെയ്യരുത്? നമുക്ക് സാമ്പത്തികമായി പുരോഗമിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അത് ഒന്ന് ബിസിനസ്സാണ്, മറ്റൊന്ന് കൃഷിയാണ്, വേറൊന്ന് ജോലിയാണ്, അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസാണ്, അല്ലാഹു തആല അനുവദിച്ച സർവീസുകൾ, അങ്ങനെയൊക്കെ പറ്റും. അതല്ലാതെ അന്യായമായി ഒരാളുടെയോ ഒരു മനുഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു സംഘത്തിൻ്റെയോ ഒരു കേസും നമ്മളുടെ കേസിൽ പെട്ടുപോകാൻ പാടില്ല. അതിന് അതീവ ജാഗ്രത എല്ലാവരും കാണിക്കണം. അല്ലാഹു തആല നമ്മളെ സലാമത്താക്കട്ടെ.